നമസ്കാരം. ടി.വി.കെ എന്ന പാർട്ടിയിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന വിജയ്ക്ക് വലിയ തിരിച്ചടിയാണ് വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഭാര്യസംഗീത സ്വർണ്ണലിംഗം വിവാഹമോചന കേസുമായി കോടതി കയറിറങ്ങിയതോടെയാണ് ഇളയ ദളപതിയുടെ വീടിനുള്ളിലെ തീയും പുകയും പുറത്തറിഞ്ഞത്. ലിയോ എന്ന ചിത്രത്തിലെ അഭിനയത്തോടു കൂടിയാണ് അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിന്, അതായത് ലവ് കെമിസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. അവരുടെ സ്വകാര്യ ജീവിതം കൂടുതലും ചർച്ചയാകാൻ കാരണം വിജയ് ഒരു രാഷ്ട്രീയക്കാരനായി മാറിയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന നടൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ആദ്യം സിനിമയും പിന്നീട് രാഷ്ട്രീയവുമാണ്. ഈ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഒരു പെണ്ണുമായുള്ള അവിഹിത ബന്ധവും താൻ എന്ത് ചെയ്താലും തന്റെ രസികർ അംഗീകരിച്ചുകൊള്ളും എന്ന വിചാരമാണ് വിജയ്ക്കുള്ളത്. ആ വിചാരത്തെ എല്ലാം പൊളിച്ചെടുക്കുകയാണ് വിജയുടെ ഭാര്യ സംഗീതയും മകൻ സഞ്ജയും. ഇതിനായി ക്ലൈമാക്സിനായി എന്തായാലും കാത്തിരുന്നേ പറ്റുള്ളൂ. അതിനിടയിൽ പല രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. വിജയുടെ ഒപ്പമുള്ളവർ ചെയ്യുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് നടന്റെ പിതാവ് എസ്.എ. ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കുറച്ചാളുകൾ ചേർന്ന് ഒരു ട്വിറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ വിജയുമുണ്ട്. വിജയ്ക്ക് പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല. ഇവർ വാർത്തയുണ്ടാക്കുന്നു. ഉദാഹരണമായി, എന്നെ എടുത്താൽ വിജയുടെ അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് വിജയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് പോസ്റ്റ് ഉണ്ടാക്കും. ഇല്ലാത്ത കാര്യം അവർ ഉണ്ടാക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഷെയർ ചെയ്യിക്കുന്നു. വിജയ് ഇത് കാണും. അങ്ങനെ കള്ളം സത്യമായി മാറുമെന്നും എസ്.എ. ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു കാലത്ത് അച്ഛനായിരുന്നു വിജയ്ക്കെല്ലാം. നായകന് വേണ്ട സ്ക്രീൻ പ്രസൻസോ അഭിനയ മികവോ ഇല്ലെന്ന് പറഞ്ഞ് പല ഫിലിം മേക്കേഴ്സും വിജയിയെ തുടക്കകാലത്ത് തള്ളിക്കളയുകയാണുണ്ടായത്. അവഗണനകളും പരിഹാസവും വിജയിനെ അക്കാലത്ത് ബാധിച്ചു. എന്നാൽ മകനെ വെച്ച് എസ്.എ. ചന്ദ്രശേഖർ സിനിമകൾ ചെയ്തു. എസ്.എ. ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത നാളെ തീർപ്പ് എന്ന സിനിമയിലാണ് വിജയ് ആദ്യം നായകനായി അഭിനയിക്കുന്നത്. അന്ന് 18 വയസ്സാണ് വിജയുടെ പ്രായം. മറ്റ് ഫിലിം മേക്കേഴ്സുമായി സംസാരിച്ച് വിജയ്ക്ക് അവസരങ്ങൾ നൽകി. 90കളുടെ അവസാനത്തിലാണ് വിജയ്ക്ക് വലിയ വിജയം നേടി സിനിമകൾ ലഭിക്കുന്നത്. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ വിജയ് സൂപ്പർ താരമായി വളർന്നു. ഇതോടെ അച്ഛന് വിജയിലുള്ള സ്വാധീനം കുറഞ്ഞു. വിജയ്ക്ക് ചുറ്റും അനുയായികളുണ്ടായി. അച്ഛനെ പോലും ഇവർ വിജയിൽ നിന്നും അകറ്റി നിർത്തിയെന്നും വാദമുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും പിതാവ് ആഗ്രഹിച്ചിരുന്നു. വിജയുടെ പേരിൽ 2017-ൽ എസ്.എ. ചന്ദ്രശേഖർ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ വിജയ് പിതാവിനെതിരെ അന്ന് കേസ് കൊടുത്തു. ഇന്ന് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയ് പക്ഷേ പിതാവിനെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വിജയും അനുയായികളുമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിന് ഒരുങ്ങുകയാണ് വിജയുടെ ടി.വി.കെ പാർട്ടി. ഇതിനിടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകി. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് വിവാഹമോചന ഹർജി നൽകിയിരിക്കുന്നത്. വിജയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ ഇടിവുണ്ടാക്കിയ സംഭവമാണിത്. തന്നെ പൂർണ്ണമായും വിജയ് അവഗണിച്ചെന്നും നടിയോടൊപ്പം വിദേശയാത്രകൾ നടത്തിയെന്നും സംഗീത ആരോപിക്കുന്നു. അതേസമയം തന്നെ വിജയ് ചെന്നൈയിലെ തന്റെ ചില സ്വത്തുക്കൾ തിടുക്കത്തിൽ വിൽക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന കേസ് എന്നീ 2 പ്രധാന വിഷയങ്ങളാണത്രേ ഈ അപ്രതീക്ഷിത നീക്കത്തിന്റെ പിന്നിൽ. ഈ സാഹചര്യത്തിൽ താരത്തിന്റെ ഓരോ ചുവടുകളും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സിനിമാ ലോകം ഉറ്റുനോക്കുകയാണ്. ഒരു സ്വത്ത് വിറ്റുവെന്നും 2 ചർച്ചകൾ നടക്കുന്നുവെന്നുമാണ് വിവരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വിജയുടെ ടി.വി.കെ. നിലവിൽ ഒരു പാർട്ടിയുമായും സഖ്യമില്ലാത്ത ടി.വി.കെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടേക്കുമെന്നാണ് വിലയിരുത്തൽ. AIADMK BJP സഖ്യത്തിലേക്ക് ടി.വി.കെയെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടന്നതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിജയ് അത് തള്ളിക്കളഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ടി.വി.കെയുടെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് ചെന്നൈ അണ്ണാനഗറിലെ തന്റെ ഒരു വസ്തു 35 കോടി രൂപയ്ക്ക് വിജയ് വിറ്റൊഴിച്ചെന്ന വാർത്ത പുറത്തുവരുന്നത്. 1 വർഷത്തിലേറെയായി ഈ വസ്തു വിൽക്കാൻ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അടുത്തിടെ അത് തിടുക്കത്തിൽ വിൽപ്പന പൂർത്തിയാക്കുകയായിരുന്നു. ദി വീക്ക് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള കോടീശ്വരനായ വിജയ് എന്തിനാണ് ഈ ഘട്ടത്തിൽ തന്റെ സ്വത്തുക്കൾ വിൽക്കുന്നതെന്ന ചോദ്യം പല കേന്ദ്രങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. അന്വേഷണത്തിൽ 2 സുപ്രധാന കാരണങ്ങൾ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. ഒന്നാമത്തേത് താരത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന വിവാഹമോചന നിയമ നടപടികളാണ്. വിജയിന്റെ ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 20-ന് വിജയ് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. വിവാഹമോചനം നൽകുമ്പോൾ ഭാര്യയ്ക്ക് ജീവനാംശം നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ തന്റെ പേരിലുള്ള സ്വത്തുക്കളുടെയും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ജീവനാംശം നിശ്ചയിക്കുക. അതിനാൽ സ്വത്തുക്കൾ മുൻകൂട്ടി വിറ്റഴിക്കുന്നതിലൂടെ സംഗീതയ്ക്ക് അവയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് തടയാമെന്ന് വിജയ് കരുതുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2ാമത്തെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ വരുമാനവും സ്വത്ത് വിവരങ്ങളും വലിയ ചർച്ചാ വിഷയമാകാതിരിക്കാൻ സ്വത്ത് മൂല്യം കുറച്ചു കാണിക്കാൻ വിജയ് ആഗ്രഹിക്കുന്നതായും വിവരമുണ്ട്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് 4 വർഷം തടവ് ശിക്ഷ ലഭിച്ച അനുഭവം വിജയ് കണക്കിലെടുക്കുന്നുണ്ട്. ജയലളിതയുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളും അതിലെ സ്വത്ത് വിവരങ്ങളും ഈ കേസിൽ നിർണായക തെളിവുകളായിരുന്നു.
സമാനമായ ഒരു സാഹചര്യത്തിൽ കുടുങ്ങാതിരിക്കാൻ തന്റെ സ്വത്ത് മൂല്യം കുറച്ചു കാണിച്ചുകൊണ്ട് നിയമപരമായ വെല്ലുവിളികൾ ഒഴിവാക്കാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് സൂചന. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഭാര്യയുടെ ആസ്തി വിവരങ്ങളും വിജയ് കാണിക്കേണ്ടി വരും. സംഗീത ഇക്കാര്യത്തിൽ സുതാര്യമായ നിലപാട് സ്വീകരിക്കുമോ എന്ന് ടി.വി.കെ നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വിജയ്ക്ക് വ്യക്തിപരമായ വെല്ലുവിളികൾ നേരിടുകയാണ്. ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഏപ്രിൽ 23-ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അതിനായുള്ള ഒരുക്കങ്ങളും സജീവമായിരിക്കെയാണ് വിജയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്ടിക്കഴകം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കുന്നതിനെ പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ടി.വി.കെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ 60 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി അഭിമുഖങ്ങൾ വിജയ് പൂർത്തിയാക്കുകയും ചെയ്തു. വിജയ് ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ തിരുച്ചി, നാഗൈ എന്നിവിടങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചർച്ചകൾ ഉയർന്നെങ്കിലും പെരമ്പൂരിൽ ടി.വി.കെ ഒരു AC തെരഞ്ഞെടുപ്പ് ഓഫീസ് തുറക്കുന്നതുൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പെരമ്പൂർ മണ്ഡലത്തിൽ വിജയ് മത്സരിക്കുമെന്ന സൂചനയായി കണക്കാക്കുന്നു. എന്നാൽ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രവേശനത്തിന് തടസ്സമായേക്കാവുന്ന ഒരു പ്രധാന വിഷയമാണ് ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന കേസ്. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹിതര ബന്ധമുണ്ടെന്നും തന്നോട് അവഗണന കാണിച്ചെന്നും ആരോപിച്ച് സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ വിഷയം 2021 ഏപ്രിൽ മുതൽ തുടങ്ങിയതാണെന്നും സംഗീത ആരോപിക്കുന്നു. വിജയുടെ സാമൂഹിക നിലവാരത്തിനും സ്വത്ത് വിവരങ്ങൾക്കും അനുസരിച്ചുള്ള ജീവനാംശവും വിവാഹമോചന കേസ് തീരും വരെ നിലാങ്കരയിലെ വീട്ടിൽ താമസിക്കാൻ അനുമതിയും സംഗീത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 20-ന് ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതി ഈ കേസ് പരിഗണിക്കും. ഇത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. വിവാഹമോചനം ഔദ്യോഗികമായി നടത്താത്തതുകൊണ്ട് വിജയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തേണ്ടി വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ സംഗീതയുടെ സ്വത്ത് വിവരങ്ങൾ നൽകുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ വിജയുടെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ബ്രിട്ടനിൽ ഉൾപ്പെടെ കോടികളുടെ ആസ്തിയുള്ള വ്യക്തിയാണ് സംഗീത. അങ്ങനെ സംഭവിച്ചാൽ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നേക്കാം. 1999-ൽ വിവാഹിതരായവർ 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലാണ് വേർപിരിയുന്നത്. കരൂർ CBI അന്വേഷണം, ജനനായകൻ സിനിമയുടെ റിലീസ് തടസ്സങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വെല്ലുവിളികളും വിജയ് നേരിടുന്നുണ്ട്. ഈ വിവാഹമോചന കേസ് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.